ഇടതുപക്ഷ കോട്ടയിൽ കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഒരു കാലത്ത് ഇടതുപക്ഷത്തിന് എല്ലാ രീതിയിലും സ്വാധീനമുണ്ടായിരുന്ന, ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ത്രിപുര എന്ന് പറയുന്നത്. ആ ത്രിപുരയിൽ ഇപ്പോൾ ഇടതുപക്ഷം ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ട് പ്രകാരം ത്രിപുരയിൽ 427 പേർ, പ്രവർത്തകർ, നേതാക്കളടക്കം 427 പേർ CPIM വിട്ടുകൊണ്ട്, ഇടതുപക്ഷ പാർട്ടി വിട്ടുകൊണ്ട് ഇപ്പോൾ BJPയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഇടതുപക്ഷ ചായ്വുള്ളവർ, ഇടതുപക്ഷ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ നേതാക്കളടക്കം CPIMൽ നിന്ന് ഇപ്പോൾ കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകളാണ് ഇപ്പോൾ ത്രിപുരയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. ഒന്നും രണ്ടുമല്ല, 427 പേർ ഒറ്റയടിക്ക് കൂട്ടമായി ഇടതുപക്ഷ പാർട്ടി വിട്ടുകൊണ്ട് BJPയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. അവിടുത്തെ ഭരണപക്ഷമായിട്ടുള്ള BJPയിൽ നിലവിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ഇത് എല്ലാ രീതിയിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും നിലവിൽ ത്രിപുരയിൽ വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി എല്ലാ അർത്ഥത്തിലും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഇതിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടി തീർച്ചയായിട്ടും ത്രിപുരയിൽ എല്ലാ രീതിയിലും സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകളാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഇടതുപക്ഷത്തിൽ നിന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വോട്ടർമാർ, പ്രവർത്തകർ, അതോടൊപ്പം തന്നെ നേതാക്കളടക്കം പലരും ഈ പറയുന്ന രീതിയിൽ കൂട്ടമായി തന്നെ ഇടതുപക്ഷ പാർട്ടി വിട്ടുകൊണ്ട് BJPയിലേക്ക് ജോയിൻ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഇത് എല്ലാ അർത്ഥത്തിലും അവിടെ BJP സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം എന്ന് പറയുന്ന തരത്തിൽ പോലും ഇല്ലാത്ത രീതിയിലോട്ട് BJPക്ക് അവിടെ എല്ലാ തരത്തിലുമുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു സ്വാധീനം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതും, എല്ലാ തരത്തിലും അവിടെ പ്രതിപക്ഷത്തെ അപ്രസക്തമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായി BJPക്ക് നിലവിൽ ത്രിപുരയിൽ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഇടതുപക്ഷ പാർട്ടി എന്ന് പറയുന്ന പ്രതിപക്ഷം അവിടെ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും എല്ലാ കോണിലും അവിടെ BJPയുടെ ഒരു വലിയ തോതിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അവിടെ എത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെ അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ എല്ലാ രീതിയിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. 427ഓളം പേരാണ് ഇപ്പോൾ നിലവിൽ അവിടെ കൂട്ടമായി ഇടതുപക്ഷ പാർട്ടി ചായ്വുള്ളവരും പ്രവർത്തകരും നേതാക്കളും അടക്കം നിലവിൽ അവിടെ എല്ലാ രീതിയിലുമുള്ള ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്.